വിവാദ പ്രസംഗത്തിലെ പരാമർശം ആവർത്തിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന്റെ സമ്പത്തിൽ മുസ്ലിങ്ങൾക്കാണ് ആദ്യ അവകാശമെന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞ സദസ്സിൽ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് താനുമുണ്ടായിരുന്നു എന്നാണ് മോദി ഇന്ന് പറഞ്ഞത്. അധികാരത്തിലെത്തിയാൽ ശരീഅത്ത് നിയമം നടപ്പാക്കുമെന്ന് കോൺഗ്രസ് പറഞ്ഞെന്ന് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ആരോപിച്ചു. വിവാദ പരാമർശത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. രാജസ്ഥാനിലെ ഇന്നത്തെ പൊതുപരിപാടിയിലും കഴിഞ്ഞ പ്രസംഗത്തിലെ വിവാദ പരാമർശങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചു. പട്ടികജാതി പിന്നാക്ക സംവരണം മുസ്ലിങ്ങൾക്ക് നൽകാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു. രാജ്യത്തിന്റെ സമ്പത്തിൽ മുസ്ലിങ്ങൾക്കാണ് ആദ്യ അവകാശമെന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞ സദസ്സിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ താനുണ്ടായിരുന്നെന്നും മോദി. अभी परसों जब मैं राजस्थान आया था तो मेरा एक 1.5 मिनट का भाषण 90 सेकंड का भाषण और मैंने कुछ सत्य देश के सामने रखा और पूरी कांग्रेस और इंडी गठबंधन में ऐसी भगदड़ मची है, ऐसी भगदड़ मची है। मैंने सत्य रखा देश के सामने। कांग्रेस आपकी संपत्ति छीनकर उनके खास लोगों को बांटने की गहरी साजिश रचकर बैठी है. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മുസ്ലിങ്ങളെന്നും അമുസ്ലിങ്ങളെന്നും അടിസ്ഥാനമാക്കി രാജ്യത്തെ വിഭജിക്കാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് എന്ന പ്രസ്താവനയുമായി രംഗത്ത് വന്നു. പ്രധാനമന്ത്രിയുടെ വിവാദ പ്രസംഗത്തിൽ നടപടി സ്വീകരിക്കാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷനുമേൽ സമ്മർദ്ദം ശക്തമാക്കുകയാണ് ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ. മോദിയുടെ പരാമർശത്തിൽ ബന്ധക്കാരായിട്ട് സുപ്രീംകോടതി സമീപിക്കും. വിവാദത്തിൽ കോൺഗ്രസിന്റെ ഒപ്പുശേഖരണവും പ്രകടന പത്രിക പ്രധാനമന്ത്രിക്ക് അയക്കലും തുടരുകയാണ്. വർഗീയ പരാമർശം അടങ്ങിയ പ്രസ്താവന പ്രധാനമന്ത്രി തിരുത്തണം എന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ആവശ്യപ്പെട്ടു. റിപ്പോർട്ടർ, ദില്ലി.